നമ്മുടെ കർത്താവിന്റെ രക്ഷിതമായിരിക്കുന്ന യേശു ക്രിസ്തുവിന്റെ വലിയ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. ഇന്ന് രാത്രി നമുക്ക് ഒന്നിച്ച് കൂടി വന്ന് ദൈവസനിലായിരിക്കത്തക്കവണ്ണം ദൈവം തന്ന എല്ലാ വിലയേറിയ അവസരങ്ങളെ ഓർത്ത് ഞാൻ ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. ദൈവത്തിന്റെ വചനം എന്ന് പറയുന്നത് നമുക്ക് അറിയാം എന്താണെന്ന്, ദൈവവചനം എന്തിനാണെന്ന്, ദൈവവചനം എന്തല്ല പിന്നെ എന്താണ്, ഇതുകൊണ്ടുള്ള പ്രയോജനം എന്താണെന്നും, പഠിക്കുന്നത് കൊണ്ടുള്ള പ്രയോജനവും പഠിക്കാതിരിക്കുന്നത് കൊണ്ടുള്ള ബുദ്ധിമുട്ടും ഒക്കെ നമുക്ക് ഏറെക്കുറെ അറിയാം. അപ്പൊ കഴിഞ്ഞ ക്ലാസ്സിൽ ഞാൻ ഇത് സംബന്ധിച്ച ചില വസ്തുതകൾ നിങ്ങളെ ഇവിടെ പൊതു അറിവിന് വേണ്ടി പറഞ്ഞു. നിങ്ങളുടെ ചില പൊതു അറിവിന് വേണ്ടി ചില വസ്തുതകൾ ഞാൻ നിങ്ങളെ അറിയിച്ചു. ദൈവത്തിന്റെ വചനത്തിന്റെ ചില സാധ്യതകളും അതിൻ്റെ പ്രത്യേകതകളും അതിൻ്റെ സവിശേഷതകളും മറ്റുമൊക്കെ കഴിഞ്ഞ ആഴ്ച നമ്മൾ ചിന്തിക്കുകയുണ്ടായി. നമ്മളെ സംബന്ധിച്ച് നമുക്ക് പഠിക്കാനുള്ളത് രക്ഷാ തത്വശാസ്ത്രം എന്നുള്ളതാണ്. രക്ഷ, അനുബന്ധ വിഷയങ്ങൾ, രക്ഷ എന്താണ്, അതിൻ്റെ നിർവചനം, അതിന് ഇംഗ്ലീഷിൽ സാൽവേഷൻ, ഇംഗ്ലീഷിൽ രക്ഷയ്ക്ക് സാൽവേഷൻ എന്ന് പറയാറുണ്ട്. മലയാളത്തിൽ അതിനുള്ള വാക്ക് മോക്ഷം എന്ന് പറയും. മോക്ഷം പ്രാപിക്കുക, മോക്ഷം പ്രാപിക്കുക, സായുജ്യം പ്രാപിക്കുക, സ്വർഗത്തിലെത്തുക ഇത്യാദി കാര്യങ്ങളൊക്കെയാണ് നമുക്ക് അത് സംബന്ധിച്ച് മനസ്സിലാക്കാനുള്ളത്. പച്ച മലയാളത്തിൽ പറഞ്ഞാൽ ഇതാണ് അർത്ഥമാക്കുന്നത്. നമ്മളെ സംബന്ധിച്ച് നമുക്ക് ഇന്ന് പഠിക്കാനുള്ളത്, നമുക്ക് ഈ വിഷയമായിട്ട് പഠിക്കാനുള്ളത് രക്ഷ, അതിൻ്റെ അനുബന്ധ കാര്യങ്ങളുമാണ്. ഈ രക്ഷ എന്ന രണ്ട് അക്ഷരം എന്താണ് വാസ്തവത്തിൽ ഇത് അർത്ഥമാക്കുന്നത്? മലയാളത്തിൽ ഞാൻ പറഞ്ഞല്ലോ, മോക്ഷം പ്രാപിക്കുക എന്ന് പച്ച മലയാളത്തിൽ പറയാനുണ്ട്. മോക്ഷം പ്രാപിക്കണം, അല്ലെങ്കിൽ സായുജ്യം പ്രാപിക്കണം. ഇതിനൊക്കെ ഇന്നത്തെ ആളുകള് ഒട്ടനവധി കാര്യങ്ങൾ ചെയ്തു കൂട്ടുന്നുണ്ട്. പക്ഷെ അതുകൊണ്ടൊക്കെ നമുക്ക് സായുജ്യം പ്രാപിക്കാൻ പറ്റുമോ എന്നുള്ളതിനെ സംബന്ധിച്ചൊന്നും അവർ അത്ര ബോധവാന്മാരല്ലെങ്കിലും ആ കാര്യം അങ്ങനെ തുടരുകയാണ്. ആ കാര്യം അങ്ങനെ തുടരുന്നു. രക്ഷ, ഒരു കുട്ടി അല്ലെങ്കിൽ ഒരു പ്രായമുള്ളയാള് ഒരു പുഴയിലോ ജലാശയത്തിലോ വീണപ്പോൾ അയാൾക്ക് മനസ്സിലായി ഇത് അപകടമാണ്, മരണം ഉറപ്പ്, തന്നെത്താൻ രക്ഷപ്പെടാൻ കഴിയുന്നില്ല, പുറമേയുള്ള ഒരാള് വന്നാലേ സാധിക്കൂ എന്ന് മനസ്സിലായി. 10 വയസ്സുള്ള ഒരു കുട്ടി ഒരു പുഴയിൽ വീണാൽ ഒരു 5 വയസ്സുകാരന് അയാളെ രക്ഷിക്കാൻ പറ്റുമോ? ആ കുട്ടിയെ വന്നത് 5 വയസ്സുകാരനാ. ഞാൻ ചെറിയ ചോദ്യങ്ങൾ ചോദിക്കുമ്പോൾ നിങ്ങളൊന്ന് പ്രതികരിക്കണം. ഒന്ന് എസ് അല്ലെങ്കിൽ നോ എന്നൊക്കെ ഒന്ന് പറഞ്ഞേക്കണം. ഒരു 10 വയസ്സുള്ളൊരു കുട്ടി ഒരു ജലാശയത്തിൽ വീണു, കാര്യം അപകടമാണ്. താൻ എന്തെല്ലാം പരിശ്രമിച്ചാലും അതിൽ നിന്ന് രക്ഷപ്പെട്ട് പുറത്തു വരാൻ സാധിക്കത്തില്ല. പക്ഷെ അങ്ങനെ കിടന്ന് ഉറച്ച ബഹളം ഉണ്ടാക്കുകയും കൂവുകയും കരയുകയൊക്കെ ചെയ്തപ്പോൾ ഒരു കുട്ടി ഓടി വന്നു. അവന് 5 വയസ്സേ ഉള്ളൂ. ആ കുട്ടിക്ക് 10കാരനെ രക്ഷിക്കാൻ പറ്റുമോ? ആലോചിച്ച് നോക്കിക്കേ. ഒന്ന് എസ് പറ അല്ലെങ്കിൽ നോ പറ. ധൈര്യമായിട്ട് പറഞ്ഞു. ഹലോ, രക്ഷിക്കാൻ പറ്റില്ല. രക്ഷിക്കാൻ പറ്റത്തില്ല. 10 വയസ്സുള്ള കുട്ടിയെ 5 വയസ്സുകാരൻ വിചാരിച്ചാൽ രക്ഷിക്കാനൊക്കത്തില്ല. പക്ഷേ 5 വയസ്സുകാരനും ഒന്ന് ശ്രമിച്ചാൽ അവനും പെട്ടുപോകും, അവനും അപകടത്തിൽപ്പെടും. അല്ല, ഇനിയിപ്പോ 10 വയസ്സുകാരൻ വെള്ളത്തിൽ വീണു, ഒരു 15 വയസ്സുകാരൻ രക്ഷിക്കാൻ വന്നാലും അവന് ഉറപ്പില്ല ഇവനെ രക്ഷിക്കാൻ പറ്റുമോ എന്ന്. കാരണം എന്താണെന്ന് ചോദിച്ചാൽ
അവന്റെ വെപ്രാളത്തിന്, വെള്ളത്തിൽ വീണ കുട്ടിക്കയുടെ വെപ്രാളം ഈ കുട്ടിയും കൂടെ കയ്യെ പിടിച്ച് വലിച്ച് വെള്ളത്തിൽ മുക്കിയെന്ന് വരും. രണ്ടുപേരും മരിക്കും. അപ്പൊ അതിന് വെള്ളത്തിൽ വീണ ഒരു കുട്ടിയെ രക്ഷപ്പെടുത്താൻ തന്നെക്കാൾ കരുത്തനും കഴിവും പ്രാപ്തിയും ആരോഗ്യവും നല്ല മനസ്സാന്നിധ്യമുള്ള ഒരാളോ വന്നെങ്കിലേ ആ വെള്ളത്തിൽ വീണ് കിടക്കുന്ന കുട്ടിയെ രക്ഷപ്പെടുത്താൻ ആകൂ. വൈകരുത്. വൈകും തോറും ഇയാൾക്ക് രക്ഷപ്പെടുത്താൻ ഇയാള് വെള്ളം കുടിച്ച് ശ്വാസം മുട്ടും. ഇങ്ങനെയൊക്കെ ഉണ്ട് ഇത് സംബന്ധിച്ച്. ഇനിയും ഇത് സംബന്ധിച്ച് വേറൊരു തത്വശാസ്ത്രമുണ്ട്. ഒരാൾ വെള്ളത്തിൽ വീണാൽ ആ ആളെ രക്ഷിക്കാൻ ചില സിദ്ധാന്തങ്ങളുണ്ട്. അതൊക്കെ വേറെ സിദ്ധാന്തങ്ങളാകട്ടോ. വെള്ളത്തിൽ വീണു, കുറച്ച് ശക്തിയുള്ള ആളാണ്. അപ്പൊ വേറൊരാള് ഇയാളെ രക്ഷിക്കാനായിട്ട് അങ്ങോട്ട് ഇറങ്ങി കയ്യെ പിടിച്ചാൽ അയാളുടെ ആരോഗ്യത്തിനും അയാളുടെ ശക്തിക്കും ഒത്ത നിലയിൽ ഇയാളെ കൂടെ വെള്ളത്തിൽ മുക്കാൻ സാധ്യതയുണ്ട്. രണ്ടുപേരും വെള്ളത്തിൽ മുങ്ങിയും. അപ്പൊ അതുകൊണ്ട് ചില ആളുകൾ എന്ത് ചെയ്യുമെന്നറിയാമോ? വെള്ളത്തിൽ വീണെടുക്കുന്ന ആള് വെള്ളത്തിൽ കിടന്ന കുറച്ച് വെള്ളമെല്ലാം കുടിച്ച് മൂക്കിലും വായിലും ഒക്കെ കുറച്ച് വെള്ളം കയറിയിട്ട് ഒന്ന് ആള് ക്ഷീണിക്കട്ടെ. ആ ആളൊന്ന് ക്ഷീണിക്കട്ടെ. ആ ആളൊന്ന് കുഴഞ്ഞ് ഒന്ന് അവശനാകുമ്പോൾ പെട്ടെന്ന് ഇയാളെ വലിച്ചു കയറ്റാം. ഒരു പ്രയാസമില്ലാതെ വലിച്ചു കയറ്റാം. ഞാൻ പറഞ്ഞ ആശയം നിങ്ങൾക്ക് മനസ്സിലായോ? ഹലോ ഹലോ മനസ്സിലാവുന്നുണ്ട്. അപ്പം നോക്കിക്കേ, ആ ആളൊന്ന് അവശനാകണം, ശാരീരമായിട്ടൊന്ന് കുഴയണം, അവശതയുണ്ടാകണം. അപ്പോഴേ നമുക്ക് നിഷ്പ്രയാസം വലിച്ചു കയറ്റാം. ആ വിരലെ പിടുത്തം കിട്ടിയാൽ മതി. ആളെ രക്ഷിക്കാം. ഇനി ഇത് രക്ഷ എന്നുള്ള കാര്യമാണ്. ഇത് രക്ഷ. ഈ രക്ഷ എന്ന് പറയുന്നത് ഇയാളെ ജീവനെ രക്ഷിക്കുക, ആത്മാവിനെ രക്ഷിക്കുകയല്ല, ജീവനെ രക്ഷിച്ചു. വല്ല വിധത്തിലും അയാളുടെ ജീവനെ രക്ഷിച്ചു. അവനും പറഞ്ഞു, അയ്യോ ആ ആള് വന്നില്ലായിരുന്നെങ്കിൽ ഞാൻ പോയേനെ, എൻ്റെ ജീവൻ പോയേനെ. വല്ല വിധത്തിലും രക്ഷപ്പെട്ടു. ഇനിയും ചില ചെറുപ്പക്കാർ ചെയ്യുന്ന ഒരു കാര്യം ഞാൻ പറയാം. ചില ചെറുപ്പക്കാര് അണ്ണാനെ വളർത്തുന്ന പിള്ളേരുണ്ട്. അണ്ണാനെ വളർത്താൻ ഈ അണ്ണാനെ നമ്മളോട് ഇണങ്ങാൻ പെട്ടെന്ന് ഇണങ്ങും. ഒറ്റ ദിവസം കൊണ്ട് അണ്ണാനെ നമുക്ക് ഇണക്കിയെടുക്കാം. അതിനൊരു പദ്ധതിയുണ്ട്. എന്താണെന്നറിയാമോ? ഒരു അണ്ണാനെ ഒരു കെണിപ്പെടുത്തി നമ്മൾ പിടിച്ചു. ഒരു കെണിപ്പെടുത്തിയിട്ട് ഒരു അണ്ണാനെ കെണിപ്പെടുത്തി പിടിച്ചു. പക്ഷെ നമ്മളോട് അത്ര വേഗം ഇണങ്ങത്തില്ല ഈ അണ്ണാന്. അതിനൊരു പ്രത്യേക സൂത്രമുണ്ട്. ഈ അണ്ണാനെ കൊണ്ട് ഒരു പുഴയിലോ അല്ലെങ്കിൽ വലിയൊരു ബേസിനിലോ ഉള്ള വെള്ളത്തിലെ അണ്ണാനെ ഇടുക. വെള്ളത്തോട്ടം കിട്ടും. അണ്ണാൻ രക്ഷപ്പെടാൻ നോക്കും. കുറച്ചു കഴിഞ്ഞപ്പോൾ അണ്ണാൻ ആകെപ്പാടെ തളർന്നു. വെള്ളത്തിൽ വീണ് അങ്ങോട്ട് മറിഞ്ഞ് ഇങ്ങോട്ട് മറിഞ്ഞ് കുറച്ച് വെള്ളമെല്ലാം കുടിച്ചു, ശ്വാസം പൊട്ടി രക്ഷപ്പെടാൻ ശ്രമിക്കുന്നു. അപ്പം നമ്മൾ എന്ത് ചെയ്യണമെന്നറിയാമോ? കൈ അങ്ങോട്ട് കാണിച്ചു കൊടുക്കുക. കയ്യിലോട്ട് അണ്ണാൻ കയറി വരും. ആ രക്ഷിച്ചയാളെ അണ്ണാൻ തൻ്റെ ജീവിതകാലം മുഴുവനും മറക്കത്തില്ല. നമ്മുടെ ശരീരത്തിൽ നിന്ന് അണ്ണാൻ മാറത്തില്ല. നമ്മളോട് ചേർന്ന് നിൽക്കും. ഒരിക്കലും നമ്മളെ വിട്ടുപോകത്തില്ല. അങ്ങനെ രക്ഷിച്ചെടുത്ത അണ്ണാൻ. ആ സിദ്ധാന്തം നിങ്ങൾ ശ്രദ്ധിച്ചോ? എന്താണ് അങ്ങനെ? ആ അണ്ണാന് ബോധ്യമായി
ഞാനാണ് ഈ അണ്ണനെ വെള്ളത്തിൽ നിന്ന് രക്ഷിച്ചത്. ഞാൻ വന്നില്ലായിരുന്നെങ്കിൽ ഞാൻ ഈ വെള്ളത്തിൽ മുങ്ങിച്ചത്തേനെ. നോക്കിക്കേ, ഒരു വെറും ഒരു സാധാരണ വളരെ ചെറിയ ഒരു ജീവിക്ക് പോലും അതിൻ്റെ ഉള്ളിലുണ്ടായ ചിന്ത, രക്ഷിച്ചു, എന്നെ രക്ഷിച്ചയാളാണ്. ഒരു എലിയും അങ്ങനെ തന്നെയാ. ഒരു കാക്കയെ വെള്ളത്തിൽ ഇട്ടാലും ഇങ്ങനെ രക്ഷിച്ചെടുക്കാം, നമ്മളോട് ചേർന്ന് നിൽക്കും. ഇത് രക്ഷ. നമ്മുടെ രക്ഷ എന്നുള്ള സിദ്ധാന്തം നമ്മുടെ മനസ്സിൽ ഉറയ്ക്കണം. രക്ഷ എന്നുള്ളത് നമുക്ക് ഇപ്പം തീവണ്ടി ഓടിക്കൊണ്ടിരിക്കുമ്പോൾ തീവണ്ടിപ്പാളത്തിന്റെ അടുക്കൂടെ പോയ ഒരു കുട്ടി എങ്ങനെയോ പാളത്തിന്റെ മുമ്പിൽ പെട്ടു, തീവണ്ടിപ്പാളത്തിൽ പെട്ടു. ദൂരേന്ന് ട്രെയിൻ വരുന്നുണ്ട്. കുട്ടി അങ്ങ് വെപ്രാളം കയറി ഈ തീവണ്ടിയുടെ എരച്ചില് ശബ്ദം കേട്ടിട്ട്. കണ്ടു നിന്ന ഒരു സാധാരണക്കാരൻ, ഒരു മനുഷ്യൻ കുട്ടിയെ പെട്ടെന്ന് ചാടി അയാൾ കുട്ടിയെ വലിച്ച് പാളത്തിൽ നിന്ന് പുറത്തിട്ടു. പെട്ടെന്നായിരുന്നു ആ കാര്യം. ഓടിച്ചെന്ന് കുട്ടിയെ പാളത്തിന്റെ മുമ്പിൽ നിന്ന് വലിച്ച് കരക്കിട്ടു. മരിക്കേണ്ട കുട്ടിയായിരുന്നു, കഷ്ടിച്ച് രക്ഷപ്പെട്ടു. ആ കുട്ടി കഷ്ടിച്ച് രക്ഷപ്പെട്ടു. ആ കുട്ടിക്ക് സന്തോഷം, കുട്ടിയുടെ അപ്പനമ്മമാർക്ക് സന്തോഷം, ആ രക്ഷിച്ചയാൾക്ക് ഗവൺമെന്റ് ഒരു റിവാർഡ് കൊടുത്തു എന്ന് വരാം. ഇതും ഒരു രക്ഷ തന്നെയാണ്. പക്ഷെ ആത്മരക്ഷയല്ലെന്ന് ഓർക്കണം, ആത്മരക്ഷയല്ല. ഇവിടൊക്കെ ജീവന്റെ രക്ഷയാണ് കിട്ടിയത്. അപ്പൊ ഇത് തമ്മിൽ ജീവരക്ഷ, ആത്മരക്ഷ, ദേഹരക്ഷ, ഇങ്ങനെ രക്ഷ പലതുണ്ട് എന്ന് ഓർക്കണം. രക്ഷ പലതരത്തിൽ. ജീവനെ രക്ഷിച്ചു. റെയിലിന്റെ മുമ്പിൽ പെട്ടുപോയ കുട്ടിയെ ഒരാൾ പെട്ടെന്ന് വന്ന് രക്ഷിച്ച് വലിച്ച് അതിൻ്റെ മുമ്പിൽ നിന്ന് അങ്ങ് പാളത്തിന് പുറത്തിട്ടു. ഇനി മറ്റൊരു കാര്യം ഞാൻ പറയാം. ഒരു പ്രായമുള്ള ഒരു മനുഷ്യൻ, ഒരു വയോധികൻ, അവന് ആ ആള് ദേഹത്തൊക്കെ ധാരാളം കുഴമ്പും തൈലമെല്ലാം ദേഹത്ത് പുരട്ടി 1 മണിക്കൂർ നടക്കുന്നു. ദേഹത്ത് തൈലം പുരട്ടി, കുഴമ്പ് പുരട്ടി, പ്രപഞ്ചനം തൈലമോ കുഴമ്പോ അല്ലെങ്കിൽ മറ്റ് ആസവങ്ങളോ അതുപോലുള്ളതായിരിക്കുന്ന തൈലങ്ങളെല്ലാം അസനമഞ്ഞഷ്ടാദി എന്നൊക്കെ പറഞ്ഞ് നല്ല തൈലങ്ങൾ കിട്ടും. ഇതൊക്കെ വാങ്ങിച്ച് ദേഹത്ത് പുരട്ടി കുറച്ച് കഴിയുമ്പോൾ ചൂടുവെള്ളത്തിൽ കുളിച്ചു. ചൂടുവെള്ളത്തിൽ എല്ലാ ദിവസവും ചൂടുവെള്ളത്തിൽ കുളിക്കുക, ഈ തൈലവും കുഴമ്പൊക്കെ പുരട്ടി. എല്ലാ ദിവസവും പതിവാണ്. കുറച്ച് നടക്കുന്നു. ഇത് എന്ത് രക്ഷയാണ്? ഇത് ഒരു കണക്കിന് നോക്കിയാൽ ശരീരരക്ഷയാണ്. ശരീരത്തെ രക്ഷപ്പെടുത്തിയെടുക്കുക. രോഗം വരാതെ, കാലുവേദന വരാതെ, മുട്ടുവേദന വരാതെ ഒക്കെ സൂക്ഷിക്കുകയാണ്. പക്ഷെ ഇത് ആത്മരക്ഷയാണോ? ആത്മരക്ഷ ഇതിനൊക്കെ എത്രയോ വ്യത്യസ്തമാണ്. അപ്പം രക്ഷ എന്ന് പറയുമ്പോൾ തന്നെ ശരീരരക്ഷ, നല്ല ഭക്ഷണം കഴിക്കുന്നു, പ്രോട്ടീനുള്ള നല്ല ഭക്ഷണം കഴിക്കുന്നു, നല്ല പച്ചക്കറി അതിൻ്റെ കലോറി അനുസരിച്ച് കഴിക്കുന്നു, പോഷകാഹാരം കഴിക്കുന്നു, മുട്ടയും പാലും കഴിക്കുന്നു. ഇതൊക്കെ ശരീരത്തെ രക്ഷിക്കുക, ശരീരത്തിൻ്റെ രക്ഷയ്ക്ക് ഉതകുന്ന കാര്യങ്ങളാണ് ഇതൊക്കെ. ഞാൻ പറയുന്ന കാര്യങ്ങളൊക്കെ നിങ്ങൾ ശ്രദ്ധിക്കണം. അതൊന്ന് പറ്റുന്ന കാര്യങ്ങളൊക്കെ ഒന്ന് കുറിച്ചു വെക്കണം, ഓർക്കണം. രക്ഷ എങ്ങനെയുള്ളത്, എന്തിന് എന്നുള്ള കാര്യങ്ങളെ സംബന്ധിച്ച് ചില 1-2 ലളിതമായിട്ടുള്ളതും അതേസമയം നിങ്ങൾക്ക് പ്രയോജനകരമായ നിലയിലുള്ള കാര്യങ്ങളുമാണ് ഞാൻ പറയുന്നത്. അപ്പൊ ദേഹരക്ഷ, ശരീരരക്ഷ, ജീവനെ രക്ഷിച്ചു. ഇതിൽ നിന്നൊക്കെ തികച്ചും വ്യത്യസ്തമാണ് ആത്മരക്ഷ എന്നുള്ളത്.
ആത്മാവിനെ രക്ഷിക്കുക എന്നുള്ളതായിരുന്നു. അതിനകത്ത് ശരീരരക്ഷയ്ക്കോ പോഷകാഹാരം കഴിക്കുന്നതോ ഒന്നും അതുമായിട്ട് ബന്ധമില്ല. നല്ല പോഷകാഹാരം കഴിച്ചു, അതും ആത്മരക്ഷയായിട്ട് യാതൊരു ബന്ധവുമില്ല. ദേഹത്ത് എല്ലാ ദിവസവും കുഴമ്പും എണ്ണയൊക്കെ പുരട്ടി കുളിക്കുന്നു, ആത്മരക്ഷയായിട്ട് യാതൊരു ബന്ധവുമില്ല. പക്ഷെ ആത്മരക്ഷയ്ക്ക് ഇതൊന്നും ഒട്ട് ആവശ്യമില്ല താനും. ആത്മരക്ഷ എന്ന് പറഞ്ഞാൽ ശരീരവും ദേഹമൊക്കെ ഉണ്ട്. മനുഷ്യന് ദേഹം, ദേഹി, ആത്മാവ്. ഒരു മനുഷ്യന്റെ 3 ഭാഗമാണ്: ദേഹം, ദേഹി, ആത്മാവ്. ഇതിൽ ശരീരം നമുക്ക് കാണാം, നമ്മുടെ ശരീരം നമുക്ക് കാണാം, മറ്റ് നമുക്ക് കാണാനൊക്കത്തില്ല. അതുകൊണ്ട് ഇത് ഇല്ല എന്ന അർത്ഥമില്ല. ആത്മാവ്, ഈ നമ്മുടെ ദൈവം സൃഷ്ടിച്ച മനുഷ്യരിൽ, ദൈവം സൃഷ്ടിച്ചവരിൽ ജീവജന്തുക്കൾ, കടലിലെ കടലാനയും തിമിംഗലവും കാണ്ടാമൃഗവും നീർക്കുതിര, കടലാന, കരയിലയാന, ഇങ്ങനെയുള്ള എല്ലാ ജന്തുക്കളിലും വെച്ച് മനുഷ്യന്റെ സൃഷ്ടിയിൽപ്പെട്ട എല്ലാ ജീവജന്തുക്കളിലും വെച്ച് മനുഷ്യന് മാത്രമേ ഒരു ആത്മാവ് ഉള്ളൂ. ഒരു ആത്മാവിനെ മനുഷ്യനിൽ നിക്ഷിപ്തമാക്കിയിട്ടുണ്ട്. ആത്മാവ്, അത് ആത്മാവ് എവിടാ ഇരിക്കുന്നതെന്ന് ആരെങ്കിലും ചോദിച്ചാൽ നമുക്കത് പറയാനൊക്കത്തില്ല. ഹൃദയത്തിലാണെന്നോ അല്ലെങ്കിൽ നമ്മുടെ ലിവറിലാണെന്നോ അത് നമുക്ക് പറയാൻ. അത് കാരണം ഈ ആത്മാവ് എന്നുള്ളത് അദൃശ്യമാണ്. അതുകൊണ്ട് ഇതിനെ കാണാൻ കഴിയുന്നില്ല എന്നുള്ളത് കൊണ്ട് ആത്മാവ് ഇല്ല എന്നർത്ഥമില്ല. ദൈവം ഉണ്ട്, പക്ഷെ ദൈവത്തെ കാണാൻ കഴിയുന്നുണ്ടോ? ഇല്ല. അതുകൊണ്ട് ദൈവം ഇല്ല എന്നർത്ഥമില്ല. ദീർഘവർഷങ്ങൾക്ക് മുമ്പ് ചന്ദ്രനിൽ പര്യവേഷണത്തിന് പോയ വ്യക്തികൾ മടങ്ങി വന്നു. ചന്ദ്രനിൽ ചെന്ന് ചില ദിവസങ്ങൾ താമസിച്ച് കാര്യങ്ങളൊക്കെ പഠിച്ച് മടങ്ങി വന്ന വ്യക്തിയോട് ചില വ്യക്തികൾ ചോദിച്ചു, നിങ്ങൾ ഈ ചന്ദ്രനിലൊക്കെ പോയല്ലോ? അതെ, പോയി. അവിടെ എങ്ങാനും ദൈവത്തെ കണ്ടോ? അവിടെ കാണാൻ ദൈവത്തെ കണ്ടോ എന്ന്. ഇവിടെങ്ങും ദൈവത്തെ കാണാൻ കഴിയുന്നില്ല. അല്ല, ഇനിയിപ്പം അവിടെ ദൈവം ഉണ്ടോ? അയാൾ പറഞ്ഞു, ഭൂമിയിൽ മനുഷ്യരുള്ളിടത്ത് നീ ദൈവത്തെ കണ്ടില്ലെങ്കിൽ ചന്ദ്രനിലും അങ്ങനെ ദൈവം ഇല്ല. അത് നിത്യശൂന്യങ്ങളിലല്ല ദൈവം. ദൈവം എപ്പോഴും മനുഷ്യനുമായിട്ട് ബന്ധപ്പെട്ടുള്ള ആളാണ്. ആത്മാവിന് അദൃശ്യം, ദൈവം അദൃശ്യം, കാറ്റ് അദൃശ്യം. ഇങ്ങനെയുള്ള ആ കാര്യങ്ങളെയൊക്കെ ഒരു സൂക്ഷ്മദർശിനി പോലും കാണാനൊക്കത്തില്ല. ആത്മാവിനെ സൂക്ഷ്മദർശിനി, പവർഫുൾ മൈക്ക്, ഒരു സൂക്ഷ്മദർശിനിയോ അല്ലെങ്കിൽ സൂക്ഷ്മോപകരണം കൊണ്ട് കാണാൻ സാധിക്കത്തില്ല ദൈവത്തെയോ ആത്മാവിനെയോ. കാറ്റിനെയും കാണാനൊക്കത്തില്ല. പക്ഷെ ഒരു കാര്യമുണ്ട്, ഇതിൻ്റെയൊക്കെ പ്രവൃത്തി കാണാൻ പറ്റും. കാറ്റിൻ്റെ പ്രവൃത്തി, ഇലകൾ ഇളകുന്നു, മരത്തിൻ്റെ കൊമ്പുകളൊക്കെ ശക്തിയോടെ ആടുന്നു, നമ്മുടെ ദേഹത്ത് കാറ്റ് അനുഭവപ്പെടുന്നു. നമുക്ക് മനസ്സിലാക്കാം, എന്ത് നല്ലപോലെ കാറ്റടിക്കുന്നുണ്ടല്ലോ എന്ന് നമുക്ക് മനസ്സിലാകുക, കാറ്റിനെ കണ്ടിട്ടല്ല. ഇനി ദൈവത്തെ കാണാൻ പറ്റുന്നില്ല, പക്ഷെ ദൈവത്തിൻ്റെ പ്രവൃത്തി കാണാം. ദൈവം ഉണ്ട് എന്നുള്ളതിന് ഏറ്റവും വലിയ തെളിവാണ്, അതിനൊരു ഒറ്റ ഉദാഹരണമേ പറയാനുള്ളൂ. ഇസ്രായേൽ എത്ര വലിയ കഷ്ടങ്ങൾ കൂടെ യാത്ര ഇന്നത്തെ നിലയിലെത്തി.
ആ ഒറ്റ കാരണം തെളിയിക്കുന്നു ദൈവം ഉണ്ട് എന്ന്. കറണ്ട്, ഇലക്ട്രിസിറ്റി, വൈദ്യുതി ഉണ്ടോ ഇല്ലയോ എന്ന് അറിയാൻ അതിന്റെ സ്വിച്ച് ഓൺ ചെയ്താൽ മതി. ലൈറ്റ് കത്തിയെങ്കിൽ അതിന്റെ അർത്ഥം വൈദ്യുതി ഉണ്ടെന്നാ. അപ്പൊ ഇങ്ങനെ ചില അദൃശ്യമായ സാധനങ്ങൾ, വസ്തുക്കൾ, അതിന്റെ പ്രവൃത്തി മുഖാന്തരം നമ്മൾ അറിയുന്നത് അതിന്റെ സാന്നിധ്യമുണ്ടെന്ന്. ശരി. അപ്പോൾ ദൈവത്തിന്റെ രക്ഷാകരമായ പ്രവൃത്തി, ദൈവത്തിന്റെ രക്ഷ, ആത്മാവ്. കാട്ടുജന്തുക്കൾക്ക് ആത്മാവില്ല, പശുവിന് ആത്മാവില്ല, ആടിന് ആത്മാവില്ല, ആനയ്ക്കുമില്ല. ഇതൊന്നും ഒരു ജന്തുക്കൾക്കും ആത്മാവ് എന്നൊന്ന് ഇല്ല. മനുഷ്യന് മാത്രം. അതുകൊണ്ട് തന്നെ മനുഷ്യന്റെ ഉള്ളിലൊരു ദൈവിക ചിന്ത, ഒരു മനസ്സാക്ഷി. ദൈവത്തെ അന്വേഷിക്കാത്ത വ്യക്തികൾ, ദൈവം എന്നൊരു ചിന്തയില്ലാത്ത മനുഷ്യർ ഈ ലോകത്തിലുണ്ട്. ദൈവികം എന്നൊരു ചിന്തയില്ലാത്തവർ. അങ്ങനൊന്നും ഞങ്ങൾ ചിന്തിക്കുന്നില്ല. അങ്ങനൊരു പ്രതിഭാസം ഈ ലോകത്തിൽ ഇല്ല, എവിടെയുമില്ല എന്ന് വിശ്വസിക്കുന്ന ആളുകൾക്ക് മനസ്സാക്ഷിയുണ്ട്. മനസ്സാക്ഷി. അവരെ ആരുടെയെങ്കിലും ദേഹത്ത് അവരുടെ ശരീരം മുട്ടിയാൽ പെട്ടെന്ന് സോറി പറയുന്ന കേട്ടില്ലേ? അതിൽ അബദ്ധം പറ്റിയെന്ന് പറയുക അതിൻ്റെ അർത്ഥം. അബദ്ധം പറ്റിപ്പോയി, നിങ്ങളുടെ ദേഹത്തിൻ്റെ കൈമുട്ടി, സോറി, എനിക്കൊരു സങ്കടമുണ്ട് അങ്ങനെ പറ്റിയതിൽ. ഒരു ആന വേറൊരു ആനയെ കുത്തുമ്പോൾ ഒരു സോറി പറയാറുണ്ടോ? ആന ഒരു മനുഷ്യനെ കൊന്നു, ചവിട്ടിക്കൊന്നു. ആ മരിച്ചയാളുടെ ഭാര്യ വരുമ്പോൾ അബദ്ധം പറ്റി മാഡം എന്ന് പറയാറുണ്ടോ? ഇതൊക്കെ മനുഷ്യന് മാത്രമുള്ളതായി ഈ ആത്മാവ്, മനസ്സാക്ഷി. ദൈവം ഇല്ലാത്തവരും അങ്ങനൊരു പ്രതിഭാസം തന്നെ ഇല്ലെന്ന് പറയുന്നവരും വഴിയിൽ ഒരു നെക്ലസ് കടന്നു കിട്ടിയാൽ അത് പോലീസ് സ്റ്റേഷനിൽ ഏൽപ്പിക്കും. വേറെ ഒരുത്തൻ്റെ സാധനം എനിക്ക് വേണ്ട എന്ന ഉള്ള ചിന്ത. ആ ചിന്തയൊക്കെ മനുഷ്യൻ ഉണ്ടാക്കുന്നത് ആത്മാവാണ്. പിന്നെ ദൈവത്തെ വേണ്ടതുപോലെ അറിയേണ്ടതുപോലെ അറിയാൻ തനിക്ക് സാധിച്ചില്ല എന്നേ ഉള്ളൂ. ആത്മാവുണ്ട്, പക്ഷെ ദൈവത്തെ, ജീവനുള്ള ദൈവത്തെ വേണ്ടതുപോലെ അറിയാൻ സാധിച്ചില്ല. അത് സാവകാശത്തിൽ താൻ മനസ്സിലാക്കും. ഇതാണ് ദൈവിക ചിന്ത എന്നുള്ളത്. ദൈവിക ചിന്ത. ആത്മാവ് ഉള്ളവർ, ആത്മാവില്ലാത്തവർ. ആത്മാവില്ലാത്തത് കാട്ടുജന്തുക്കൾക്കാ. ആന, കരടി, പൂച്ച, പട്ടി എന്നിങ്ങനെയുള്ളവയ്ക്കൊന്നും ആത്മാവില്ല. അതിനെ സംബന്ധിച്ച് അതിന് ആത്മാവിൻ്റെ ആവശ്യവുമില്ല. ഈ നായും പട്ടിയും പൂച്ചയും കടുവയും പുലിയൊക്കെ, ഇവയ്ക്കൊക്കെ ഈ ലോകത്തിൽ ഒരു ആയുസ് മാത്രം. നമുക്കും ഒരു ആയുസ് മാത്രം. ഒരു ആനയും മനുഷ്യനും തമ്മിലുള്ള വ്യത്യാസം. ആന ഒരു ഹിംസ്ര മൃഗമാണ്. മനുഷ്യനും അങ്ങനെ തന്നെ. മനുഷ്യനും ചിലപ്പോഴൊക്കെ അങ്ങോട്ട് മൃഗത്തെ പോലാകുന്ന നിങ്ങൾ കണ്ടിട്ടില്ലേ? ആത്മാവുണ്ട്, ശരിയാ. ആനയെ ശ്രദ്ധിച്ച് കൈകാര്യം ചെയ്യാവൂ, ആത്മാവില്ല. ആന തുമ്പിക്കൈ പൊക്കിയിട്ട് രാഷ്ട്രീയക്കാരെയോ വലിയ നേതാക്കന്മാരെയോ ഒക്കെ അഭിവാദനം ചെയ്യുന്നു. അത് നമ്മൾ കണ്ടിട്ടുണ്ട്. ആന തുമ്പിക്കൈ പൊക്കി ആനയുടെ അടുക്ക വരുന്ന ഒരു പ്രധാനപ്പെട്ട പ്രമാണിയെ തുമ്പിക്കൈ പൊക്കി അഭിവാദനം ചെയ്യുന്നത് നിങ്ങൾ കണ്ടിട്ടുണ്ട്. അത് ആന സ്വമേധയാണോ? സ്വമേധ ചെയ്യുകയാണോ? നമ്മുടെ മുഖ്യമന്ത്രിയോ നമ്മുടെ ബഹുമാനപ്പെട്ട ഗവർണറോ ഒക്കെ ആനയുടെ അടുക്ക് വന്നാൽ ആനയ്ക്ക് മനസ്സിലാകുമോ ഇത് നമ്മുടെ രാഷ്ട്രത്തലവനാണെന്ന്? മനസ്സിലാകത്തില്ല. നമ്മളെ ബഹുമാനിക്കേണ്ട ആളാണെന്ന് ആനയ്ക്ക് മനസ്സിലാകത്തില്ല. പിന്നെ ആന തുമ്പിക്കൈ നീട്ടി ഒന്ന് പൊക്കി ഒന്ന് വീശി കാണിക്കുന്നതൊക്കെ എങ്ങനെയാ?
നിങ്ങൾക്കൊന്ന് പറയാമോ എങ്ങനെയാണെന്ന്? ആനയ്ക്ക് ഇയാളെ മനസ്സിലായിട്ടാണോ? ഇയാളെ ആനയ്ക്ക് മനസ്സിലായോ ഇത് ഗവർണറാണെന്ന്? എന്താ നിങ്ങളുടെ അഭിപ്രായം? പാപ്പാന് നിർദ്ദേശം കിട്ടുമ്പോൾ അത് ചെയ്യുന്നു. അത് അത്രേ ഉള്ളൂ. പാപ്പാന്റെ നിർദ്ദേശപ്രകാരമാണ് തുമ്പിക്കൈ പൂക്കുന്നതും കൈ അത് വീശിക്കൊണ്ട് കാണിക്കുന്നതും ഒക്കെ. അല്ല, സ്വമേധയല്ല. അല്ല, അങ്ങനെ ആ പാപ്പാൻ പറഞ്ഞിട്ട് കേട്ടില്ലെങ്കിൽ അതിന് ശിക്ഷ കിട്ടുമെന്നും അറിയാം. എന്നാൽ നമ്മളങ്ങനല്ല. നമുക്കറിയാം ഓരോരുത്തരും മനുഷ്യർ ഇന്നാരാണെന്ന്, ബഹുമാനത്തിനും ആദരവിനും ഒക്കെ യോഗ്യരാരാണെന്നും അല്ലാത്തവരാരാണെന്നും നമുക്കറിയാം. ഇത് എന്തിനെ കാണിക്കും? നമ്മിലൊരു ആത്മാവിനെ ദൈവം വെച്ചിട്ടുണ്ട്. ഒരു മനുഷ്യൻ സർവ്വലോകവും നേടിയാലും തൻ്റെ ആത്മാവിനെ നഷ്ടമാക്കിയാൽ അവന് എന്ത് പ്രയോജനമെന്ന് കർത്താവ് ചോദിച്ചു. ഒരു മനുഷ്യന് സർവ്വലോകവും നേടിയാലും തൻ്റെ ആത്മാവിനെ നഷ്ടമാക്കിയാൽ, അപ്പൊ തനിക്കൊരു മനുഷ്യനൊരു ആത്മാവുണ്ട്. ഏത് മനുഷ്യനും ആത്മാവുണ്ട്. ആർക്കൊക്കെ? സ്ത്രീകൾക്ക് ആത്മാവുണ്ട്, പുരുഷനും ഒരു ആത്മാവുണ്ട്. ആ മനുഷ്യനും തികച്ചും വ്യത്യസ്തത കാണിക്കുന്ന ഈ ആത്മാവ് അതിനുള്ളത് കൊണ്ടാണ് വ്യത്യാസം. കാട്ടുമൃഗങ്ങളൊക്കെ ഇത്രമാത്രം കാലങ്ങൾ പുരോഗമിച്ചിട്ടും ഒരു ആനയാകട്ടെ, ഒരു കടുവയാകട്ടെ, ഒരു സിംഹമാകട്ടെ, കാട്ടുകമ്പുകളെല്ലാം കൂടെ ഒടിച്ച് വീട് പണിയാറുന്നത് നിങ്ങൾ കണ്ടിട്ടുണ്ട്? വീട് പണിയാറുണ്ടോ? എത്രയോ വർഷങ്ങൾ കൊണ്ട് മഴ നനയുന്നു, വെയിൽ കൊള്ളുന്നു. ഒരു വീട് നമുക്ക് പണിഞ്ഞിനി താമസിക്കാം എന്ന് ഇതുവരെയും ഒരു ആനയും ചിന്തിച്ചിട്ടില്ല, ഒരു കരടിയും ചിന്തിച്ചിട്ടില്ല, ഒരു സിംഹവും ചിന്തിച്ചിട്ടില്ല. മനുഷ്യൻ ചിന്തിക്കുന്നു, മനുഷ്യന് വീട് വേണം, നല്ല വീട് വേണം. ഒരു 15 കൊല്ലം കഴിയുമ്പോൾ വീട് ഒന്ന് മോഡിഫൈ ചെയ്യുന്നു. ആ മനുഷ്യനിലുള്ള മാറ്റം കണ്ടോ? മനുഷ്യനും മൃഗം തമ്മിലുള്ള വ്യത്യാസം. മനുഷ്യനും മൃഗം തമ്മിൽ ഈ വ്യത്യാസം. 6ാമത്തെ ദിവസമാണ് ദൈവം മനുഷ്യനെ സൃഷ്ടിച്ചത്. 6ാമത്തെ ദിവസം. മനുഷ്യന്റെ സംഖ്യ 6. മനുഷ്യന് 6 എന്ന സംഖ്യ കൊടുത്തിരിക്കുക. വേദപുസ്തക സംബന്ധമായിട്ട് അവന്റെ 6 എന്ന സംഖ്യ. കാരണം 6ാമത്തെ ദിവസമാണ് മനുഷ്യനെ ദൈവം സൃഷ്ടിച്ചത്. ഇനി കാട്ടുജന്തുക്കളും മനുഷ്യനും തമ്മിലുള്ള വ്യത്യാസം കണ്ടോ? കാട്ടുജന്തുക്കളെ സംബന്ധിച്ചൊക്കെ ആണെങ്കിൽ ദൈവം ഉണ്ടാകട്ടെ എന്ന് പറഞ്ഞപ്പോൾ അവ ഉണ്ടായി. കടുവയെ ഒരു സെക്ഷന് നിർമ്മിച്ചു, പുലിയെ മറ്റൊരു സെറ്റ്, കുതിരയെ വേറൊന്നായിട്ട്, കഴുതയെ വേറെ, ഇങ്ങനെ എല്ലാത്തിനെയും പ്രത്യേകം സെക്ഷൻ വൈസ് ആയിട്ടല്ല ദൈവം സൃഷ്ടിച്ചത്. ദൈവം കാട്ടുമൃഗങ്ങളെ ഉണ്ടായി ദൈവത്തിന്റെ മനസ്സിലെ പ്ലാൻ അനുസരിച്ച്. ദൈവത്തിന്റെ മനസ്സിലൊരു ഫോർമുലയുണ്ട്, അതനുസരിച്ച് ഇവയെല്ലാം ഉണ്ടാക്കി. ഇനി കരടി ഫാമിലി മുഴുവനും, സിംഹം ഫാമിലി മുഴുവനും ഇത് അങ്ങോട്ട് നീക്കി നിർത്തി ഒടുക്കം മനുഷ്യൻ, ആണും പെണ്ണും മാത്രം. ആഫ്രിക്കയിലെ മനുഷ്യനും 2 കയ്യ്, 2 കയ്യിലും കൂടെ 10 വിരല്. ആഫ്രിക്കയിലെ ഗ്വാട്ടിമാല, അവിടുത്തെ ആള് വരുമ്പോഴും അവർക്ക് 2 കൈ 10 വിരൽ. മുസാംബിക്ക്, ആഫ്രിക്കയിലെ ഒരു രാജ്യം, 2 കൈ 10 വിരല്. ഇവരുടെയൊക്കെ ഫിസിക്കൽ അപ്പിയറൻസ് ഒരുപോലെ. ഏതെങ്കിലും രാജ്യത്തിൽ ഉള്ള ആളുകൾക്ക് 3 കൈയോ 4 കൈയോ എവിടെയുമില്ല. എല്ലാ ആളുകൾക്കും 32 പല്ല്, എല്ലാവർക്കും 2 കണ്ണ്, ഒരേ പൊസിഷനിൽ തന്നെ.
ഒരു യൂണിഫോമിറ്റി. എന്തുകൊണ്ട്? ദൈവം മനുഷ്യനെ തൻ്റെ സാദൃശ്യത്തിലും സ്വരൂപത്തിലും ഉണ്ടാക്കി. മനുഷ്യനെ മാത്രം ദൈവം ഉണ്ടാക്കി മണ്ണുകൊണ്ട്. കാട്ടുമൃഗങ്ങളെ ഒക്കെ ദൈവം ഉണ്ടാകട്ടെ എന്ന് മജബ് ഉണ്ടായതാണ്. ഇതാണ് മനുഷ്യനെ സംബന്ധിച്ച്. അപ്പൊ ദൈവം തൻ്റെ സാദൃശ്യത്തിലും സ്വരൂപത്തിലും ഉണ്ടാക്കിയ മനുഷ്യൻ മനുഷ്യനെ ആ ദൈവത്താൽ ഉണ്ടാക്കപ്പെട്ട മനുഷ്യൻ, ആണ് പെണ്ണ്, ആണ് എന്നൊരു വകഭേദം, പെണ്ണ് എന്ന മറ്റൊരു വകഭേദം. വേറൊരു കൂട്ടരില്ല. എവിടെയുമുള്ള മനുഷ്യന് 2 കൈ 10 വിരൽ, 2 കാല് 10 വിരൽ, 3 കാലുള്ള 3 കൈയുള്ള ആള് എവിടെയെങ്കിലും ഉണ്ടോ? എല്ലാം ദൈവത്തിന്റെ സാദൃശ്യം സ്വരൂപം. ഇതാണ് ദൈവത്തിന്റെ സൃഷ്ടിയുടെ വൈഭവം. ഉൽപ്പത്തി പുസ്തകത്തിൽ നമുക്കത് കാണാനുണ്ട്. 3 വരെ അധ്യായം നോക്കിയാൽ നമുക്കിതാ കാണാൻ കഴിയും. ദൈവത്തിന്റെ സൃഷ്ടി വൈഭവം. ആ ഒരാഴ്ച, 1-ാം ദിവസം 2-ാം ദിവസം എന്നിങ്ങനെ വായിക്കുന്ന ഒരാഴ്ച സൃഷ്ടിവാരം. വളരെ വിചിത്രമാണ് ദൈവത്തിന്റെ സൃഷ്ടി എന്നുള്ളത്. വളരെ രസകരമായ വിഷയമാണ് ദൈവത്തിന്റെ ക്രിയേഷൻ സ്റ്റോറി. പിന്നെ കളർ വ്യത്യാസം. വെളുത്ത ആളുകള്, കറുത്ത ആളുകള്, ചുവപ്പ് ആളുകള്, മഞ്ഞ ആളുകള്, ഇങ്ങനെ കളർ വ്യത്യാസം. അതാത് രാജ്യത്തിന്റെ കാലാവസ്ഥയുടെ വകഭേദം അനുസരിച്ചാണ് ഈ കളർ വ്യത്യാസം വന്നത്. ശരി. അപ്പൊ ദൈവത്താൽ ഉണ്ടാക്കപ്പെട്ട, ദൈവത്താൽ നിർമ്മിക്കപ്പെട്ട, ദൈവത്താൽ സൃഷ്ടിക്കപ്പെട്ട മനുഷ്യൻ, ആണ് പെണ്ണ്, 2 മാത്രം. ഈ മനുഷ്യന് രക്ഷ എന്നുള്ളത് ആവശ്യമായി വന്നു. മനുഷ്യന്, നമ്മുടെ മനുഷ്യന്റെ ആ ആദിമ ചരിത്രം ഒന്ന് പരിശോധിച്ചാൽ, ഒന്ന്, ഭൂമിയിൽ ആകെ ജനസംഖ്യ 1, കുറെ വർഷങ്ങളേക്ക്, നൂറ്റാണ്ടുകൾ ലോക ജനസംഖ്യ 1 ആയിരുന്നു. only 1 person. ആകെ ജനസംഖ്യ ഒരേ ഒരാൾ. കുറെ നൂറ്റാണ്ടുകൾ കഴിഞ്ഞ ശേഷം ആ ഒറ്റയ്ക്ക് താമസിക്കുന്നതിൻ്റെ ബുദ്ധിമുട്ടും സാങ്കേതിക വൈഷമ്യവും അവനെന്ന് അറിയാനാണ് ആ ഒറ്റയാളെ ദൈവം കുറെ നാളത്തേക്ക് അനുവദിച്ചത്. അപ്പം അവന് തുടങ്ങിയെന്ന് തോന്നുന്നു, ഒരാളുടെ, എന്നെ പോലെ ഒരാളോട് ഉണ്ടായിരുന്നെങ്കിലെന്ന്. എന്തോ അറിയാൻ വയ്യ. ഏതായാലും കർത്താവ് കണ്ടു, ഒരു മനുഷ്യൻ ഇവൻ ഒറ്റയ്ക്കായിരിക്കുന്നത് നന്നല്ല, മനുഷ്യൻ ഏകനായിരിക്കുന്നത് നന്നല്ല എന്ന് കണ്ടിട്ട്, അതോ പെട്ടെന്ന് അവന് ദൈവം ഇങ്ങനൊന്ന് ചിന്തിച്ചതല്ല. ദൈവത്തിന് ഇപ്പോഴാ മനസ്സിലായത് ഒരാൾ തന്നെ ജീവിക്കുന്നത് ശരിയല്ല എന്ന്. ഇപ്പം മനസ്സിലായതാണോ? അല്ല. ദൈവത്തിന് പണ്ടേ ദൈവത്തിന്റെ പരിപാടികളും അവന്റെ പദ്ധതികളൊക്കെ ദൈവം ക്രമേണ ചെയ്തു വരികയാണ്. ദൈവത്തിന് നേരത്തെ തന്നെ അറിയാം ഒരെണ്ണം പോരാ, അവനൊരു കൂട്ട് വേണമെന്ന്. പക്ഷെ ഇപ്പോഴാണ് ദൈവം അത് ക്രമീകരിച്ചെന്തെന്ന് ചോദിച്ചാൽ, അതിൻ്റെതായ ചില വൈഷമ്യങ്ങൾ അവനത് മനസ്സിലാക്കാനാണ്. ആദ്യം തന്നെ 2 പേര് തന്നെ ഈ ഭൂമിയിൽ ഉണ്ടായിരുന്നു. 2 പേര് ദൈവം ഒന്നിച്ച് സൃഷ്ടിച്ചു. അങ്ങനെയായിരുന്നെങ്കിൽ ഇവിടെ ഒറ്റയ്ക്കുള്ളതിൻ്റെ ബുദ്ധിമുട്ട് അവൻ മനസ്സിലാക്കത്തില്ലായിരുന്നു. ഒറ്റയ്ക്കുള്ളതിൻ്റെ ബുദ്ധിമുട്ട് അവൻ മനസ്സിലാക്കത്തില്ല. അപ്പൊ അതൊന്ന് മനസ്സിലാക്കാൻ വേണ്ടിയാണ് കുറെ നൂറ്റാണ്ട് ഒറ്റയ്ക്ക്
ഇതാ അവന് തക്കതായ ഒരു തുണയെ കൊടുത്തു. അവനൊരു സ്യൂട്ടബിൾ മാച്ചാണ്. സ്യൂട്ടബിൾ. അവനെ പോലൊരു പുരുഷനെ അല്ല കൊടുത്തത്, അത് ഓർക്കുക. അവന്റെ അതേ ശരീര പ്രകൃതിയിലും ഒരു പുരുഷൻ, അവനെ പോലൊരു പുരുഷൻ. ഇപ്പൊ 2 പുരുഷന്മാര് അല്ല, അവന് തുണയായിട്ട് കൊടുത്തത് ഒരു സ്ത്രീയെയാണ്. ദൈവത്തിന്റെ ദിവ്യ പരിജ്ഞാനത്തിൽ, ദൈവത്തിന്റെ ജ്ഞാനത്തിൽ അവന് തുണ ഒരു പുരുഷനല്ല. അവന് തുണയായിരിക്കാൻ ഒരു സ്ത്രീയാണ് ഏറ്റവും ഉചിതമെന്ന് കണ്ട ദൈവം ഒരു സ്ത്രീയെ അവന് തുണയായിട്ട് നൽകി. അപ്പൊ കുറെ നാളുകൾക്ക് ലോക ജനസംഖ്യ 1. അതിനുശേഷം ദൈവം അവനൊരു തുണ, ഒരു സ്ത്രീയെയാണ്. ദൈവം എവിടെ നിന്നോ ഒരു സ്ത്രീയെ കൊണ്ടുവന്നതല്ല. ഇവന്റെ തന്നെ ശരീരത്തിൽ നിന്ന് ഒരു അസ്ഥി പുറത്തെടുത്തു. ഇവന്റെ തന്നെ. അവന് നല്ല ഉറക്കം കൊടുത്തു. അവനെ അത് മനസ്സിലാക്കേണ്ടതായിരിക്കും ദൈവം കരുതിയത്. പക്ഷെ എന്നാലും അവനത് അറിഞ്ഞു, എൻ്റെ അസ്ഥിയാണെന്ന്. ആ അസ്ഥിക്ക് മാംസവും ത്വക്കും പിടിപ്പിച്ച് ഒരു സ്ത്രീയാക്കി അവനൊരു തുണ. ഇപ്പൊ 2 പേരായി. ഇപ്പൊ ലോക ജനസംഖ്യ 2. വർത്തമാനം പറയാം, ആശയവിനിമയം നടത്താം, ദൂരോട്ടൊക്കെ നടക്കാൻ പോകാം. അവിടെ വച്ചിരിക്കുന്ന ഫലമൂലാദികൾക്ക് വെള്ളം കോരി ഒഴിക്കണം. തോട്ടം കാക്കുക, വേല ചെയ്യുക, ഇതാ അവർക്ക് ഉദ്യോഗം. വെറുതെ ഇരിക്കാനല്ല, തോട്ടം കാക്കുക, വേല ചെയ്യുക, ഇതാ ദൈവം അവരെ ഏൽപ്പിച്ച 2 പ്രവൃത്തി. തോട്ടം കാക്കണമെന്ന്. അപ്പൊ തോട്ടം കാക്കുക എന്ന് പറഞ്ഞാൽ തോട്ടം കാക്കുക എന്ന് പറഞ്ഞുകൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്താണ്? എന്തോ ഒരു ബദൽ ശക്തി ഉണ്ടെന്നല്ലേ? ഒരു ബദൽ ശക്തിയുണ്ട്, അതിൻ്റെ പിടിയിൽ നിന്ന് ഈ തോട്ടത്തെ കാക്കണം. എന്തോ ഒരു അദൃശ്യ ശക്തി ഈ തോട്ടത്തിന്റെ പ്രവൃത്തിയെ അലങ്കോലമാക്കാൻ എന്തോ ഒരു ശക്തിയുണ്ട്. അതിൽ നിന്ന് കാക്കണമെന്നുള്ള അർത്ഥത്തിൽ അവർക്ക് പ്രവൃത്തിയും ഏൽപ്പിച്ചു. ഇതാണ് മനുഷ്യന്റെ ചരിത്രം. അപ്പൊ ഇതുവരെ ആദാമിന് ഒരു കൂട്ട് ഹവ്വ, കുറേ നാൾ അങ്ങനെ പോയി. ഇതാ പാമ്പ് രംഗപ്രവേശനം ചെയ്യുന്നു. പാമ്പിന്റെ രംഗപ്രവേശനം. ദൈവത്തിന്റെ വാക്ക് അനുസരിച്ച് ഇതുവരെ പോയി. ദൈവത്തിന്റെ വാക്കിന് വിധേയപ്പെട്ട് മുന്നോട്ട് പോയ ഈ 2 വ്യക്തികൾ ഒരു ദിവസം അപ്രതീക്ഷിതമായിട്ട് ദൈവത്തിന്റെ വാക്ക് മറന്നു, സർപ്പത്തിന്റെ വാക്ക് അനുസരിച്ചു. ആ പഴത്തോടുള്ള ബന്ധത്തിൽ, തിന്നരുത് എന്ന് പറഞ്ഞ കാര്യത്തോടുള്ള ബന്ധത്തിൽ അവൻ തിന്നു, ഇരുവരും. അതോടെ സാഹചര്യങ്ങൾ മാറി. അവിടുത്തെ തോട്ടത്തിന്റെ പ്രവർത്തനം അങ്ങനെ ഡിസോർഡറായി, അലങ്കോലമായി. പുറത്തു നിന്ന പാപം 2 പേരുടെയും ഉള്ളിൽ കടന്നു. 2 പേരും നഗ്നരായി മാറി. തേജസ് ഒളിപ്പിച്ച 2 വ്യക്തികളും തേജസ് പോയി, നഗ്നരാണെന്ന് ബോധ്യം വന്നു. അതിനുള്ളൊരു ക്രമീകരണം ദൈവം ചെയ്തു. അവര് ഇല കൊണ്ട് വസ്ത്രം ഉണ്ടാക്കാൻ നോക്കി. ഇല കൊണ്ട് വസ്ത്രം ഉണ്ടാക്കി ധരിച്ചു, പക്ഷെ അത് ശരിയായില്ല. ദൈവം വസ്ത്രം ഉണ്ടാക്കി കൊടുത്തു 2 പേർക്കും. അത് തോലുകൊണ്ടാണ്. അവരുണ്ടാക്കിയത് വൃക്ഷത്തിന്റെ ഇല.
അത്തിയുടെ ഇല ആണ് അവരെ വസ്ത്രം ഉണ്ടാക്കാൻ അഭികാമ്യമായി കണ്ടത്. ദൈവത്തിന് ബോധ്യപ്പെട്ടു ഇതല്ല, തോലാണ് അതിന് നല്ലതെന്ന്. തോലുകൊണ്ട് വസ്ത്രം ഉണ്ടാക്കി. പാപത്തിന്റെ പ്രവേശനം, ഭൂമിയിൽ പാപത്തിന്റെ പ്രവേശനം ആദ്യമായിട്ട്. അപ്പം പാപത്തിന്റെ പ്രവേശനവും പാപത്തിന്റെ സാന്നിധ്യം വന്നപ്പോൾ ദൈവം മാറി. പാപികളോട് ദൈവത്തിന് കൂട്ടായ്മയില്ല. പാപത്തോട്, പാപ സ്വഭാവമുള്ളവരോട് ദൈവത്തിന് കൂട്ടായ്മയില്ല. അന്ന് വരെ ദൈവം വന്ന് അവരെ ദിവസം പ്രതി സംസാരിച്ച് പല കാര്യങ്ങൾ സംസാരിച്ച ദൈവം അന്ന് മുതൽ വരാതായി. അതുവരെ എല്ലാ ദിവസവും വെയിലാറുമ്പോൾ ദൈവം ഇറങ്ങി വന്ന് അവരോട് സംസാരിച്ച് ദൈവിക കാര്യങ്ങളൊക്കെ പങ്കുവച്ച് സന്തോഷമായിട്ട് പിരിഞ്ഞ ദിവസം അന്ന് മുതൽ വരാതായി. ഇനിയും അവർക്ക് കൂട്ട് സാത്താൻ. സാത്താൻ ആയിട്ടുള്ള കൂട്ടുകെട്ട് ആരംഭിച്ചപ്പോൾ, സാത്താനുമായിട്ട് ചങ്ങാത്തം ആരംഭിച്ചപ്പോൾ ദൈവം മാറി. ഇവിടെയാണ് രക്ഷയുടെ പ്രസക്തി നമുക്ക് കാണാൻ കഴിയുന്നത്. ഇവിടെ നമ്മൾ സാധാരണ 9:45 മുതൽ 10:45 വരെയാണ് നമ്മുടെ ക്ലാസ്. അങ്ങനെയാണ് നമുക്കൊരു ധാരണ. അതുകൊണ്ട് തൽക്കാലം ഇന്നത്തെ ക്ലാസ് നമുക്ക് ഇവിടെ നിർത്താം. ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ നിങ്ങളുടെ ഒന്നുകൂടെ ഒന്ന് രാത്രി വിലയിരുത്തണം. അത് വരും ദിവസം ഒന്നുകൂടെ ഇതിനെ സംബന്ധിച്ച് ഒന്നുകൂടെ ഒന്ന് ശോധന ചെയ്യണം. കാര്യങ്ങളെ അതിൻ്റെ ഉള്ള നിലയിൽ ഒന്ന് വിലയിരുത്തി അവലോകനം ചെയ്ത് രക്ഷയുടെ പ്രാധാന്യം, രക്ഷയുടെ പ്രസക്തി, രക്ഷയുടെ ശ്രേഷ്ഠത ഒക്കെ ഒന്ന് മനസ്സിലാക്കി നമുക്ക് ആ നിലയിൽ നീങ്ങാൻ സർവശക്തനായ ദൈവം നമ്മെ എല്ലാവരെയും സഹായിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ച് ഞാൻ ഈ വാക്കിവിടെ നിർത്തുന്നു. ദൈവം നമ്മെ എല്ലാവരെയും ധാരാളമായിട്ട് അനുഗ്രഹിക്കട്ടെ. അപ്പം ഇന്നത്തെ ക്ലാസ് നമുക്കിവിടെ അവസാനിപ്പിക്കാം. ഒരാൾ ഒന്ന് പ്രാർത്ഥിച്ചാട്ടെ. ഇവിടെ ക്ലാസ് നമ്മൾ നിർത്തുക. ആരാണ് പ്രാർത്ഥിക്കുന്നത്? രാജൻ പാസ്റ്റർ ഏറ്റവും അനുഗ്രഹമായിട്ട് നല്ല രീതിയിൽ വളരെ രസകരമായിട്ട് തന്നെ ബോധ്യമാവുന്ന രീതിയിൽ രക്ഷയുടെ ആവശ്യത്തെക്കുറിച്ചൊക്കെ ആമുഖമായിട്ട് പറഞ്ഞത് വളരെ അനുഗ്രഹമായിരിക്കുന്നു. ദൈവത്തെ സ്തുതിക്കുന്നു, നന്ദി പറയുന്നു, മഹത്വപ്പെടുത്തുന്നു. നമുക്ക് പ്രാർത്ഥനയ്ക്കായിട്ട് ഒരുങ്ങാം. ക്രിസ്തയേശുവിൽ അതിവാത്സല്യമായി സ്നേഹിക്കുന്ന സ്വർഗീയ പിതാവായ ദൈവമേ, ഈ നല്ല ദിവസത്തിൻ്റെ രാത്രിയിൽ കർത്താവേ, അവിടുത്തെ മുഖത്തിരുന്നു കൊണ്ട് കർത്താവേ, അതെ ഞങ്ങൾക്ക് പഠിക്കുവാൻ തന്നിരിക്കുന്ന വലിയ കൃപയ്ക്കായിട്ട് നന്ദിയോടെ സ്തോത്രം. ഏറ്റവും ലളിതമായിട്ട് രീതിയിൽ കർത്താവേ, പാസ്റ്ററിലൂടെ ക്ലാസ് കേൾക്കാൻ ഞങ്ങൾക്ക് തന്നിരിക്കുന്ന ആ വലിയ കൃപയ്ക്കായിട്ട് നന്ദിയോടെ സ്തോത്രം ചെയ്യുന്നു. അനുഗ്രഹമായിട്ട് കർത്താവെ, ഞങ്ങളുടെ ഹൃദയങ്ങളിലതൊക്കെ കർത്താവെ അത് ഏറ്റെടുക്കുവാൻ ഞങ്ങളെ സഹായിക്കണമേ. ഒരിക്കലും മറന്നു പോകാതെ കർത്താവെ അനുഗ്രഹമായിട്ട് ഇരിപ്പാൻ കർത്താവെ സഹായിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. സ്തോത്രം കർത്താവെ. ഇനിയും കർത്താവെ അതേ കുറേ ആളുകൾക്ക് കർത്താവെ വന്നിട്ടില്ല, വരാനുണ്ട്. എല്ലാവരെയും കർത്താവെ കൂട്ടി വരുത്തി ഈ മഹത്തായിട്ടുള്ള കർത്താവെ ക്ലാസ്സുകളൊക്കെ കർത്താവെ കേൾക്കുവാനും കർത്താവെ അതനുസരിച്ച് ജീവിപ്പാനും കർത്താവെ ഞങ്ങളെ ഓരോരുത്തരെയും സഹായിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. ഹല്ലേലൂയ. അവിടുത്തെ ആ ദിവ്യ സ്നേഹം കർത്താവെ ഞങ്ങൾക്ക് ഇനിയും നൽകുന്ന കൃപയ്ക്കായിട്ട് നന്ദിയോടെ സ്തോത്രം ചെയ്യുന്നു. ഹല്ലേലൂയ. സ്തോത്രം കർത്താവെ. ഇന്ന് വന്നിരിക്കുന്ന എല്ലാവരെയും അവിടുത്തെ കരത്തിൽ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. അവിടുന്ന് ഏറ്റെടുക്കണമേ കർത്താവെ. യുവതിയായുടെ ഹൃദയം തുറന്നതുപോലെ ഞങ്ങളുടെ ഹൃദയം തുറന്ന് സ്വീകരിക്കുവാൻ കർത്താവെ ഞങ്ങളെ ബലപ്പെടുത്തുന്ന കൃപയ്ക്കായിട്ട് സ്തോത്രം. ക്ലാസ് എടുത്ത രാജൻ പാസ്റ്റർക്കായിട്ട് പ്രാർത്ഥിക്കുന്നു, കുടുംബത്തിനായിട്ട് പ്രാർത്ഥിക്കുന്നു. കൃപയിൽ എല്ലാവരെയും സൂക്ഷിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. അടിയങ്ങളെയും സമർപ്പിക്കുന്നു. പ്രാർത്ഥന കേട്ട കൃപയ്ക്കായിട്ട് സ്തോത്രം. യേശുവിന്റെ നാമത്തിൽ തന്നെ ആമേൻ. ആമേൻ. ദൈവം എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. ദൈവം അനുവദിച്ചാൽ ഇനിയും അടുത്ത ക്ലാസ്സിൽ നമുക്ക് വീണ്ടും ഒന്നിച്ച് കണ്ടുമുട്ടാം. കർത്താവ് എല്ലാവരെയും താങ്ങട്ടെ. പ്രൈസ് ദി ലോർഡ്.